ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മട്ടൻ ഗ്രേവിയാണ്. മട്ടൻ ഗ്രേവി ഇഷ്ടപ്പെടാത്തവരാരും ഇവിടെ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മട്ടൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ മട്ടൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവോള, 4 തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടൻ ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, നമ്മൾ മട്ടൻ വാങ്ങിക്കുമ്പോൾ ഷോൾഡർ, ചെസ്റ്റ് ആൻഡ് കൈയോടുകൂടുള്ള പീസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ മട്ടൻ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നന്നായിരിക്കുള്ളൂ. ഗ്രേവിക്ക് ഇങ്ങനത്തെ മട്ടൻ വാങ്ങിക്കുന്നതാണ് ബെസ്റ്റ്. സോ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുക്കിംഗ് തുടങ്ങാം. ഞാനിവിടെ സവാള, ചെറിയുള്ളി, തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് കുക്കറിൽ 2 സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ ഇവിടെ ചൂടായി കഴിഞ്ഞു. ഞാൻ 3 പച്ചമുളക് ആദ്യം ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിയ ശേഷം സവാള, ചെറിയുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് സവാളയൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റായി കിട്ടും. സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ ഇടാം. അപ്പോൾ തന്നെ നമുക്ക് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് കാരണം നന്നായി സോഫ്റ്റായി കിട്ടും. തക്കാളി ഒന്നുകൂടി സോഫ്റ്റാകാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ ഇട്ട ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വെള്ളമില്ലാതെ തന്നെ നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ സൈഡിലത്തെ മസാല ഓയിലെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കിയ ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. വിസിലും ഇട്ടോളൂ. ഓക്കെ, 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തുറക്കാം. മട്ടൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ സെർവ് ചെയ്യാൻ പാടില്ല. ഇതിലുള്ള വെള്ളം കുറച്ച് നമുക്കൊന്ന് വറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് വറ്റിക്കാനായി വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടേസ്റ്റി, ജ്യൂസി, യമ്മി മട്ടൻ ഗ്രേവി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, എനിക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.